ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ അമ്മമാരുടെ സ്ഥിരം പരാതിയാണല്ലേ, കുട മാറിപ്പോയി, വാട്ടർ ബോട്ടിൽ മാറിപ്പോയി, ബുക്ക് മാറിപ്പോയി, അങ്ങനെയെല്ലാം. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാവുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ പേരെഴുതി സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്താലും അവർക്ക് സ്വന്തമായിട്ട് വായിച്ചെടുക്കാനൊന്നും അറിയാത്തതുകൊണ്ട് എങ്ങനെയായാലും മാറിപ്പോവും. പിന്നെ അവരുടെ കാര്യങ്ങളെല്ലാം ടീച്ചേഴ്സോ ആയമാരോ എല്ലാം നോക്കുന്നത് കൊണ്ട് അവർക്കും അവരുടെ പേരെല്ലാം പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വേണ്ടി വരും. അതിനൊരു പരിഹാരമായിട്ടാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പ് 3D എഫക്റ്റിൽ നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അതിൻ്റെ അളവും കാര്യങ്ങളും പിന്നെ പ്രിൻ്റ് എടുക്കേണ്ട മെറ്റീരിയലും എല്ലാം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യലൂടെ അറിയിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ 3D എഫക്റ്റിലുള്ള ഫോട്ടോ നെയിം സ്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പിക്സൽ ലാബാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പിക്സൽ ലാബ് ഓപ്പൺ ആക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ഓപ്പൺ ആയിട്ട് വരൽ. ഇനി ഇവിടെ ഈ ന്യൂ ടെക്സ്റ്റ് എന്നുള്ളത് നമുക്ക് തൽക്കാലം ഒന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്കത് ആവശ്യമില്ല. ഇനി ഇതിനെ നെയിം സ്ലിപ്പിൻ്റെ സൈസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ മുകളിലുള്ള ഈ 3 ഡോട്ട്സ് ഉണ്ടല്ലോ, ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇമേജ് സൈസ് എടുത്തു കൊടുക്കാം. ഇമേജ് സൈസിൻ്റെ ഈ ഒരു ബോക്സിൽ നമുക്ക് പ്രീസെറ്റായിട്ട് ഇവിടെ കസ്റ്റം ആക്കാൻ ശ്രദ്ധിക്കുക. കസ്റ്റം ആക്കുക. എന്നിട്ട് വിഡ്ത്ത് എന്നുള്ളത് ഞാനൊരു 1050 കൊടുക്കുന്നുണ്ട്. ഹൈറ്റ് എന്നുള്ളത് ഒരു 700 കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു സൈസിലേക്ക് ഈ ഒരു ഇമേജ് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ ഈ താഴെ കാണുന്ന ഈ ഒരു 3 ഐക്കൺസ് ഉണ്ടല്ലോ, ഇതിൽ ആദ്യത്തെ എ എന്ന് പറയുന്നത് ടെക്സ്റ്റിന് എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻസ് ആണ്. രണ്ടാമതുള്ളത് ഇമേജസിനൊക്കെ എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷനാണ്. ഈ ലാസ്റ്റുള്ള ഈ മൂന്നാമത്തതാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ എഡിറ്റിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. കളറാണ് വേണ്ടതെങ്കിൽ ഇതടിച്ചിട്ട് ഇത് കളർ സെലക്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. ഗ്രേഡിയൻ്റ് കളറാണെങ്കിൽ അങ്ങനെ എടുക്കാം, സോളിഡ് കളറാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിവിടെ ഒരു ഇമേജ് തന്നെയാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങോട്ട് മാറ്റിയാൽ ഇവിടെ ഫ്രം ഗാലറി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഈ ഒരു സ്ക്രീൻ ഗാലറിയിലേക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും. ഇനി ഇതിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഇമേജസ് എടുക്കുക. എന്നിട്ട് അവിടെ കോപ്പി ചെയ്ത് വെക്കുക. ഈ ഒരു ഇമേജാണ് ഞാൻ എടുക്കുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടുന്ന പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഓക്കെ അടിക്കുക, ടിക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പേര് ആഡ് ചെയ്ത് കൊടുക്കണം. പേര് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ പ്ലസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ടെക്സ്റ്റ് കൊടുക്കുക. എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ താഴെയുള്ള ഈ എ എന്ന് കാണുന്ന ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം ടെക്സ്റ്റിനെ എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻസൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇനി അതിൽ നമുക്ക് ആദ്യത്തെ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഫസ്റ്റില്ലേ, അതെടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മോൻ്റെ പേര് ടൈപ്പ് ചെയ്യുന്നുണ്ട്. പേര് ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളറും മറ്റു കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യണം. ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ AB എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഫോണ്ടിൻ്റെ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഡിഫോൾട്ടായിട്ടുള്ള ഫോണ്ട് ഇവിടെ ഉണ്ടാവും. ഈ ഫോണ്ടിൽ നമുക്ക് ആവശ്യമുള്ള ഫോണ്ട് സെലക്ട് ചെയ്തെടുക്കണം. ഞാനൊരു ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇവിടെ കളറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, കളർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളർ വരും. എന്നിട്ട് ഞാൻ ഗ്രേഡിയൻ്റ് കളറാണ് ചൂസ് ചെയ്യുന്നത്. അതിൽ പ്ലസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കളർ ഇങ്ങനെ ആഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ ഇതാണ് ഈ ബ്ലാക്കും റെഡും വരുന്നൊരു കോമ്പിനേഷനാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പം അത് സെലക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാം, ടിക്ക് കൊടുക്കാം. എന്നിട്ട് ഇത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ട്രോക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. അതൊന്ന് ഇവിടെ എനേബിൾ ചെയ്ത് കൊടുത്താൽ കുറച്ചൊന്ന് ഹൈലൈറ്റ് ആയിട്ട് കിട്ടും. ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സ്ട്രോക്കിൻ്റെ കളറൊക്കെ നമുക്ക് ഇടുന്ന് വേണമെങ്കിൽ മാറ്റാൻ പറ്റും കേട്ടോ. ഒന്ന് ബ്ലാക്ക് ഉള്ളത് വൈറ്റ് ആക്കാം, ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇതെടുക്കുന്നുണ്ട്, ഈ ഒരു കളറ് സ്ട്രോക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് നമുക്കിവിടെ കൂട്ടിയിട്ടും കുറച്ചും കൊടുക്കാൻ പറ്റും. ടിക്ക് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ റിഫ്ലക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഏറ്റവും ലാസ്റ്റ്, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇത് എനേബിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ താഴെ അതിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ വന്നിട്ടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ടിക്ക് കൊടുക്കാം.
ഇനി ഇതിനെ നമുക്ക് അടുത്തുള്ള 3D ഷാഡോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് അതും എനേബിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ല, ആ റൈറ്റിങ്സിൻ്റെ അടിയിൽ ചെറിയൊരു ഷാഡോ പോലെ വന്നിട്ടുണ്ട് ഉണ്ടല്ലോ. അടുത്തതായിട്ട് നമുക്ക് 3D ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് എനേബിൾ ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്നും ചേഞ്ച് ചെയ്യേണ്ട, ഇവിടെ പെർസ്പെക്റ്റീവിൽ തന്നെ ഇരിക്കട്ടെ. ഇതിന് ഡെപ്ത്ത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് നോക്കിയിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ 3D റൊട്ടേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് എക്സ് ആക്സിസിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ അതിൻ്റെ ആ ഒരു കണ്ടില്ലേ 3D ഷേപ്പിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കിട്ടും. ഇനി അതുപോലെ വൈ ആക്സിസ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു രീതിയിൽ അതിനെ റൊട്ടേറ്റ് ചെയ്ത് കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ തന്നെ ആ ഒരു ടെക്സ്റ്റ് നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ടിക്ക് കൊടുക്കാം. അപ്പം എൻ്റെ ടെക്സ്റ്റ് ഏകദേശം ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ട്. ഇനി ഇതിനെ കുറച്ച് സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് എവിടെയാണ് വെക്കേണ്ടത് അടുത്തേക്ക് ഒന്ന് മൂവ് ചെയ്തിട്ട് കൊണ്ടുവെക്കാം. ഓക്കെ, അപ്പം ഇത് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പം അത് ആ പൊസിഷനിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു ഷേപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ മുകളിലെ പ്ലസ് ബട്ടൺ എന്നൊക്കെ പ്രസ് ചെയ്യുക. എന്നിട്ട് അവിടെ ഷേപ്സ് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു സ്ക്വയറാണ് വരൽ. അപ്പോൾ ഇവിടെ താഴെയുള്ള ഈ ഒരു ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷേപ്സിൻ്റെ ഓരോരോ ഓപ്ഷൻസ് ഉണ്ട്. ഞാനതിൽ സർക്കിൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കളറൊക്കെ വേണമെങ്കിൽ ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് ടിക്ക് കൊടുക്കാം. ഇനി ഇതിനെ ഈ ഒരു സർക്കിളിനെ ഞാനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്കൊരു ഓവൽ ഷേപ്പിലാണ് വേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഷേപ്പിലേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ താഴെയുള്ള ഇമേജസിനെ അല്ലെങ്കിൽ ഷേപ്പിനെ എല്ലാം എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷനുള്ള ഈ നടുക്കുള്ള ഇത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻസ് എല്ലാം വരും. ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒപ്പാസിറ്റി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ട് ടിക്ക് കൊടുക്കാം. അതിനുശേഷം നമ്മൾ 3D ഷേപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് എനേബിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ആ ഒരു 3D ഷേപ്പ് നമുക്ക് എനേബിളായിട്ട് കിട്ടും. ഇനി ഇതിന് നമുക്ക് ടു ബാക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കണ്ടില്ലേ, ഈ ഇമേജ് ബാക്കിലേക്ക് പോയിട്ടുണ്ട്, പേര് അതിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ പ്ലസ് ബട്ടൺ എന്നൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്രം ഗ്യാലറി എന്നുള്ള ഓപ്ഷൻ എടുക്കാം. അപ്പോൾ നമ്മുടെ ഇത് ഗ്യാലറി ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ സെലക്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു ഫോട്ടോ ആണ് സെലക്ട് ചെയ്യുന്നത്. ഈ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ അഡ്ജസ്റ്റ് ക്രോപ്പ് ചെയ്ത് വെച്ചിട്ട് ടിക്ക് കൊടുത്താൽ ആ ഒരു ഭാഗം മാത്രം ഇവിടെ വരും. പക്ഷെ ഇങ്ങനെ കൊടുക്കുമ്പം നമ്മൾ കൊടുത്ത ബാക്ക്ഗ്രൗണ്ടും ഈ ഒരു ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ടും തമ്മിലൊരു മാച്ച് കിട്ടുന്നില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ഇമേജ് ഞാൻ മാറ്റിയിട്ട് ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞിട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം ഇതൊന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഹോം ബട്ടൺ അടിച്ച് ബാക്ക് പോയതിന് ശേഷം ഗൂഗിൾ എടുക്കുക. ഗൂഗിളിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് നമുക്കൊന്ന് അടിച്ചു കൊടുക്കണം. ബാക്ക്ഗ്രൗണ്ട് റിമൂവർ അടിച്ചു കൊടുത്തിട്ടാകുമ്പം നമുക്ക് കുറേ സൈറ്റ് കിട്ടും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൽ പിക്സൽ കട്ടിൻ്റെ ആണ് എടുക്കുന്നത്. പിക്സൽ കട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്ലോഡ് ഇമേജ് കൊടുക്കുക. നമുക്ക് ഇവിടുന്ന് ഫോട്ടോസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈറ്റിലാവുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ നമുക്ക് ആ ഡൗൺലോഡ് ചെയ്ത ഇമേജ് കിട്ടുന്നുണ്ട് മറ്റേനെ വെച്ച് നോക്കുമ്പം. അതുകൊണ്ടാണ് ഞാൻ പിക്സൽ കട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് പിക്സൽ ലാബിലേക്ക് തന്നെ പോവാം. അതുപോലെ പ്ലസ് ക്ലിക്ക് ചെയ്യുക. ഫ്രം ഗാലറി എടുക്കുക. നമ്മുടെ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒന്ന് സൈഡൊക്കെ ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് തന്നെ വെച്ച് കൊടുക്കുക. ഓക്കെ, ഈ ഫോട്ടോ ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി നീറ്റായിട്ട് തോന്നും. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഷേപ്പും ഒന്ന് ലോക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്യാൻ പറ്റൂല, അതല്ലേ, മൂവ് ചെയ്യാൻ പറ്റൂല ലോക്ക് ചെയ്ത് കൊടുത്തതിൽ. ഇനി നമുക്ക് വീണ്ടും ഇതിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പ്ലസ് അടിക്കുക, ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇവിടെ എയിൽ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് കൊടുക്കുക. എന്നിട്ട് ക്ലാസ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം.
അപ്പം ഞാൻ അർപ്പുവിനെ LKG-യിലേക്കാണ് ചേർത്തിട്ടുള്ളത്. അത് സരസ്വതി വിദ്യാമന്ദിരത്തിലായതുകൊണ്ട് ആണ് LKG എന്ന് പറയാറില്ല. അതുകൊണ്ട് അരുൺ എന്നാണ് അവിടെ ക്ലാസ്സിന് പറയൽ. അപ്പം ഞാൻ അരുൺ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെ മൂവ് ചെയ്തിട്ട് നമുക്ക് ഇടത്തേക്ക് കൊണ്ടുവരാം. പേര് ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ ഫോണ്ടും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കളറും ഒക്കെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഞാൻ ഈ ഒരു കളർ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രോക്കും എനേബിൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡിവിഷനും സബ്ജക്റ്റും ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം, എഡിറ്റ് എടുക്കാം. എന്നിട്ട് ഇവിടെ ഡിവിഷൻ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഡിവിഷന് കൊടുത്തിട്ട് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം, നമുക്കത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് താഴെ സബ്ജക്റ്റ് എന്നുള്ളതും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സബ്ജക്റ്റിനും കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്തു. ഡിവിഷനും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരേ ലെവലിൽ തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കണം. എന്നിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഇവിടെ കൊണ്ട് കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പം ഡോട്ട്സ് കുറച്ച് കൂടുതലുണ്ട്, അപ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് അത്ര പോലെ ഒന്ന് മൈനസ് ചെയ്ത് കൊടുക്കുക. ഒരേപോലെ ഉണ്ടെങ്കിൽ കുറച്ച് നീറ്റായിരിക്കും കാണാൻ, അതുകൊണ്ടാണ്. അപ്പോൾ അതേ അളവിൽ ഡിവിഷനും സബ്ജക്റ്റ് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. ലൈൻ സ്പേസിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ലൈൻ സ്പേസ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക. നമുക്ക് എഴുതേണ്ട ഒരു ഗ്യാപ്പ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സായി, ഡിവിഷനായി, സബ്ജക്റ്റായി. ഓക്കെ, സ്കൂളിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ വീണ്ടും പ്ലസ് അടിക്കുക, ടെക്സ്റ്റ് എടുക്കുക, എഡിറ്റ് ഓപ്ഷനിൽ പോവാം, എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഡയറക്റ്റായിട്ട് സ്കൂളിൻ്റെ പേര് തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത്. എന്നാലും സ്കൂൾ നമ്മൾ മാറുന്നില്ലല്ലോ, അതുകൊണ്ട്. ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. അതുകൊണ്ട് താഴത്തേക്ക് കൊണ്ടുവരാം. ഇതിൻ്റെ അലൈൻസ് ഒന്ന് മാറ്റി കൊടുക്കണം. ഞാനിവിടെ അലൈൻ എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തിട്ട് സെൻറ്ററിലുള്ള ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് വരും. ഇനി മറ്റതെല്ലാം ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ ഫോണ്ടും കളറും അങ്ങനെയെല്ലാം മാറ്റി കൊടുക്കണം. ഇപ്പോൾ ഫോണ്ട് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ സരസ്വതി വിദ്യാമന്ദിർ എന്ന് എഴുതിയതിൻ്റെ അത്രമാത്രം സെലക്ട് ചെയ്തിട്ട് അതിന് വേണ്ട ഫോൾഡർ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഈ പുടവെടുക്കുന്നില്ലതിന് വേറൊരു ഫോണ്ട്, അത് നമുക്ക് ടെക്സ്റ്റ് വേറെ തന്നെ ചെയ്യേണ്ടതില്ല, ഇവിടുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ആ പുടവെടുക്കുന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അതിന് ഞാൻ വേറൊരു ഫോണ്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓക്കെ കൊടുത്തു. അപ്പോൾ കണ്ടില്ലേ, ഈ രണ്ട് ഫോണ്ടും നല്ല വ്യത്യാസത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊന്ന് കളറും കൂടി ചേഞ്ച് ചെയ്ത് കൊടുക്കാം. കളർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക, ഗ്രേഡിയൻ്റ് കളർ എടുക്കുക. അതിന് ഞാൻ ഈ ഒരു കളറിൽ സെലക്ട് ചെയ്തിട്ട് ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രോക്ക് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് നല്ല നീറ്റായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ഈ പേരിൻ്റെ ഈ റിഫ്ലക്ഷൻ അവിടെ ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിന് വേണ്ടിയിട്ട് അത് ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ലെയർ എടുക്കുക, പിന്നെ അർപ്പിത് ബാല എന്ന് എഴുതിയതിൻ്റെ ലോക്കൊന്ന് അൺലോക്ക് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഈ റിഫ്ലക്ഷൻ ഞാനൊന്ന് കളയുന്നുണ്ട്, ഷാഡോ മാത്രം മതി. ഇനി ഫോട്ടോയ്ക്കും കൂടി ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ലെയർ എടുത്തിട്ട് ഇതിൻ്റെ ലോക്കൊന്ന് അൺലോക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഫോട്ടോനൊന്ന് സെലക്ട് ചെയ്യാം, ഒരു കോപ്പി എടുക്കാം. ഇനി ഈ സെലക്ട് ചെയ്ത കോപ്പീൻ്റെ കളറ് നമുക്കൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ റെഡ് കളർ വന്നിട്ടുണ്ടാവും, അത് മാറ്റിയിട്ട് അവിടെ ബ്ലാക്ക് കൊടുക്കാം. എന്നിട്ട് ടിക്ക് കൊടുക്കുക. ഇപ്പോൾ ഈ ബ്ലാക്ക് കളറുള്ള ഫോട്ടോനെ നമുക്ക് ബാക്കിലേക്ക് ആക്കണം. അതിന് ഇത് ടു ബാക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ഒറിജിനൽ ഇമേജിനെ നമുക്ക് വീണ്ടും ഒന്ന് ലോക്ക് ചെയ്ത് വെക്കാം. ഇനി ഈ ഷാഡോ ഇമേജിനെ നമുക്കതിൻ്റെ ബാക്കിലേക്ക്, ഈ ഒറിജിനൽ ഫോട്ടോൻ്റെ ബാക്കിലേക്ക് കറക്റ്റ് ലെവലിലല്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് താഴേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒപ്പാസിറ്റിയും കൂടി ഒന്ന് കുറച്ച് കൊടുക്കാം. ഡാർക്ക് മാറ്റിയിട്ട് ചെറിയൊരു നിഴൽ പോലെ ഒരു ഇതിൽ ചെറിയൊരിതിൽ മാറ്റി കൊടുക്കാം. രണ്ട് ഫോട്ടോയും നമുക്കൊന്ന് മെർജ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ലെയർ ക്ലിക്ക് ചെയ്യുക. ഈ താഴെയുള്ള ഈ ടിക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ
എന്നിട്ട് ഈ 2 ഫോട്ടോയും ടിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് താഴെയുള്ള ഈ മെർജ് ഓപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ 2 ഫോട്ടോയും ഒരുമിച്ചായിട്ട് കിട്ടും. അതായത് കണ്ടില്ലേ, രണ്ടും വേറെ വേറെ ആവാതെ ഒരുമിച്ചായിട്ട് കിട്ടും. ഇനി ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിൽ നമുക്ക് വേണമെങ്കിൽ കാർട്ടൂൺ ക്യാരക്ടേഴ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സരസ്വതി വിദ്യാമന്ദിരം എന്ന് എഴുതിയ ഞാൻ കുറച്ചൊന്ന് ചെറുതാക്കുന്നുണ്ട്, ഇതിനകത്തേക്ക് തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ അരുൺ എഴുതിയതിൻ്റെ കളറും ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. കളർ റെഡ് കൊടുത്തിട്ട് ഓക്കെ. ഇനി ഇത് നമുക്കൊന്ന് സേവ് ചെയ്ത് കൊടുക്കാം. ഇവിടെ മുകളിലുള്ള ഈ 3 ഡോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എക്സ്പോർട്ട് ഇമേജ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഇതിൽ ഇതൊന്നും ചേഞ്ച് ചെയ്യേണ്ട. ഇവിടെ ഈ ഡയമെൻഷൻസ് എന്നുള്ളത് ഒന്ന് കസ്റ്റം മാറ്റിയിട്ട് അവിടെ വെരി ഹൈ എന്നുള്ളത് കൊടുക്കുക, എന്നിട്ട് സേവ് ടു ഗാലറി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇത്ര ഇതിൻ്റെ പണിയുള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഇനി ഇത് ഗാലറിയിൽ ഒരു ഇമേജ് ആയിട്ട് തന്നെ ഉണ്ടാവും. ഇനി ഇതൊരു പ്രിൻറ്റിങ് ഷോപ്പിൽ കൊടുത്തിട്ട് പ്രിൻറ്റ് ചെയ്തെടുക്കാം. അത് സ്റ്റിക്കർ പേപ്പറിൽ എടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റിക്കർ വെച്ചിട്ട് തന്നെ എടുക്കാം. അല്ലാണ്ട് ഫോട്ടോ പേപ്പറിൽ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പശ വെച്ചിട്ടോ മറ്റും ബുക്കിൽ ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെയുള്ള നെയിം സ്ലിപ്പ് ഉണ്ടാക്കിയിട്ട് അവരുടെ വാട്ടർ ബോട്ടിലും കുടയിലും എല്ലാം ഒട്ടിച്ച് കൊടുത്താൽ നമുക്ക് അവർക്ക് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും അവരുടെ സാധനങ്ങൾ. അപ്പോൾ മാറിപ്പോകുന്നില്ല, ടെൻഷനോ പേടിയോ ഒന്നും വേണ്ട. പിന്നെ ടീച്ചേഴ്സിനാണെങ്കിലും ആയമാർക്കാണെങ്കിലും അതെല്ലാം അവരവരെ തിരിച്ചറിഞ്ഞ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നിങ്ങളിതുപോലെ ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ കമൻറ്റ് ചെയ്യണം, പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്